പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂരിനടുത്തുള്ള ഏഴിമല സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. നല്ല അടിപൊളി സ്റ്റേഷനാണ്. എനിക്ക് വന്നപ്പോൾ തന്നെ ഈ സ്റ്റേഷൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഭയങ്കര അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ സ്റ്റേഷൻ. നോക്കിയേ, ഇതാണ് പയ്യന്നൂരിനടുത്തുള്ള ഏഴിമല എന്നൊരു കുഞ്ഞ് സ്റ്റേഷനാണ്. ഹോൾട്ട് സ്റ്റേഷനാണ് ഏഴിമല. നിങ്ങൾ ഏഴിമല നേവൽ അക്കാഡമി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതിവിടെയാണ് സംഭവം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ട്രെയിൻ സ്പോട്ടിങ് വ്ളോഗാണ്. അതിൻ്റെ കൂടെ എന്നെ കണ്ടാവാവുന്ന ഇൻഫോർമേഷനും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം, ഓരോ ട്രെയിൻസിനെ പറ്റി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ ഇഷ്യൂ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞാനൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്നൊരു മോഡലാണ്. അത്യാവശ്യം എല്ലാവരുടെയിലും ഉള്ളൊരു സാധനം തന്നെയാണ്. നിങ്ങൾ ഈ മൈക്ക് പലയിടത്ത് കണ്ടിട്ടുണ്ടാവും. എല്ലാ വ്ളോഗർമാരുടെയിലും ഈ മൈക്ക് ഉണ്ട്, നല്ല സാധനമാണ്. അപ്പോൾ സൗണ്ടിന് ഇനി പ്രശ്നമില്ല കേട്ടോ. ഈ ഏഴിമല സ്റ്റേഷനുള്ളത് പയ്യന്നൂരിനും പഴയങ്ങാടിക്ക് ഇടയ്ക്കായിട്ടാണ്. പയ്യന്നൂരാണ് കുറച്ചുകൂടെ അടുത്തുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വന്നത് മലബാർ എക്സ്പ്രസ്സിനാണ്. മലബാറിലെ ഏത് സ്ഥലത്ത് പോകണമെങ്കിലും മലബാർ എക്സ്പ്രസ്സിൽ കയറിയാൽ മതി. കാരണം എല്ലായിടത്തും സ്റ്റോപ്പുള്ളൊരു കിടിലൻ വണ്ടിയാണ്. മലബാറിന് ഇപ്പം സ്ഥിരമായിട്ട് WP7 ലോക്കമാണ് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ കുറേ സ്റ്റോപ്പുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ വേണ്ടി, ടൈം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ WP7 ലോക്കോ കൊടുക്കുന്നത്. അപ്പോൾ ഈ WP7 ഇന്നലെ വന്നത്. നല്ല കിടിലൻ ആക്സിലേഷൻ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര വണ്ടി ഒരു സ്റ്റേഷനിൽ എടുത്താൽ പറപ്പിച്ചങ്ങ് പോവാണ്. എനിക്ക് രാത്രിയല്ലേ, നമ്മൾ എന്ത് ഷൂട്ട് ചെയ്യല്ലേ, രാവിലെ ഒരു 7:15 ആയപ്പോഴാണ് ഇവിടെ എത്തുന്നത്. നല്ല കിടിലൻ വീഡിയോയിലാണ്. നിങ്ങൾ നോക്കിയാൽ മതി. മലബാറിന് എപ്പോഴും WP7 ലോക്കുമാണ്. അതെന്തായാലും നന്നായി, കാരണം കുറേ സ്റ്റോപ്പുള്ള വണ്ടിയില്ല. അപ്പോൾ വേഗം എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നോക്കിയാൽ എന്ത് അടിപൊളി ഫ്രെയിം വന്ന് നോക്കിയേ. നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ട്രാക്ക് കണ്ടോ, അത് കാസർഗോഡ് നിന്ന് കണ്ണൂർ പോകുന്ന ട്രാക്കാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റിൽ കാണുന്നത് ഇവിടെ നിന്ന് നേരെ കാസർഗോഡ് പോകുന്ന ട്രാക്കാണ്. അപ്പോൾ കാസർഗോഡ് പോകുന്ന ട്രാക്ക് ഉണ്ട്, ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. പക്ഷേ അപ്പുറത്തെ ട്രാക്കിൽ നേരെയാണ് വരുന്നത്. നല്ലൊരു ആംഗിളാണ്. ആ പോസ്റ്റ് ശരിക്കും നടുക്കില്ലായിരുന്നെങ്കിൽ ആ ട്രെയിൻ വരുന്നത് ശരിക്കും കിടിലനായിട്ട് കിട്ടിയേനെ. ഇവിടെ എന്താ ഒരു വളവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഇവിടെ നേരെയായിരുന്നു പണ്ട് ട്രാക്ക് ഉണ്ടായിരുന്നത് കണ്ടോ. അപ്പോൾ അത് അവർ ആ നേരെ ഉണ്ടായിരുന്ന ആ ട്രാക്കിന് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം പഴയതായപ്പോൾ പുതിയതായിട്ട് പാലം പണിതപ്പോൾ ഇപ്പുറത്തോട്ട് ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യിപ്പോയി. അതാണ് ഇങ്ങനെ ട്രാക്ക് വന്നിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. നമ്മുടെ ചാനലിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി ഇപ്പോൾ കുറച്ച് ദിവസമായി ആയിട്ട്. അപ്പോൾ അത് ഇടുന്ന ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ ഞാൻ ഇത്രയും എത്തൂല എന്തായാലും. അപ്പോൾ ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. ഇവിടെ സ്പീഡ് എഴുതി വെച്ചിട്ടുണ്ട് 100 എന്നും പറഞ്ഞുകൊണ്ട് ടുവാർഡ്സ് കാസർഗോഡ്. അപ്പം എന്തായാലും ഒരു 100 അടുപ്പിച്ച് സ്പീഡ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ കണ്ടത് ഒരു ഗുഡ്സ് ട്രെയിനാണ്. ലാലാഗുഡ ഷെഡിൻ്റെ 2 WAG9 വെച്ചിട്ട് പോകുന്നൊരു ഗുഡ്സ് ട്രെയിനാണ്. അതിൻ്റെ നടുക്ക് കണ്ടോ ഒരു കാബൂസ്, എന്ത് പറഞ്ഞില്ല നടുക്ക്. സാറിൻ്റെ ട്രെയിനിൻ്റെ പുറകിലല്ലേ കാബൂസ് വരുന്നത്, അറിയില്ല എന്താണ്. ഇനിയിപ്പോൾ അടുത്ത വണ്ടി ഇവിടെ സ്റ്റോപ്പുള്ളത് ബാക്ക് ടു ബാക്ക് 2 ഉണ്ട്. ഒന്ന് കണ്ണൂർ മംഗലാപുരം ഒരു പാസഞ്ചറും, പിന്നെ മറ്റേ തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ്, അതിനും ഇവിടെ സ്റ്റോപ്പുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് ഏഴിമല സ്റ്റോപ്പുള്ള ആകെ 2 വണ്ടിയേ ഉള്ളൂ. ഒന്ന് മലബാറും പിന്നെ ഒന്ന് ട്രിവാൻഡ്രം മാംഗ്ലൂർ എക്സ്പ്രസ്. ഇത് രണ്ടിനും ഇവിടെ സ്റ്റോപ്പുള്ളൂ. കണ്ണൂരിൽ നിന്ന് മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ് ഈ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മുടെ ട്രിവാൻഡ്രം മംഗളൂരു എക്സ്പ്രസ്സും വരുവേ. കുഞ്ഞു വണ്ടിയാണ് കണ്ടോ.
നമ്മുടെ 16347 തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് കേട്ടോ. ഈ എല്ലാം നമ്മളിപ്പോൾ കണ്ട വണ്ടി എല്ലാം ഓൺ ടൈമാണ്. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്ക് മത്സ്യഗന്ധയായിട്ട് മുംബൈ LTTക്ക് പോകുന്നത്. നമ്മുടെ മലബാർ എക്സ്പ്രസിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലായിടത്തും സ്റ്റോപ്പുള്ളൊരു വണ്ടിയാണ്. പക്ഷേ അടിപൊളി വണ്ടിയാണ്. LSB ആണ്. ഇതിൻ്റെ LSB ഉടനെയൊക്കെ നമ്മളന്ന് വീഡിയോ എടുത്ത ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ പോയത് നമ്മുടെ മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. ഇതിനും ഇതേപോലെ കുറേ സ്റ്റോപ്പുകളുണ്ട്. ഈ വണ്ടിക്കും സ്ഥിരം WP7 ലോക്കാണ് കൊടുക്കുന്നത്. കാരണം ഇത് വേഗം വേഗം എടുത്തുകൊണ്ട് പോകുമല്ലോ. ഇതുകൊണ്ട് 3 വിമാനം ഒരുമിച്ച് ഒരേ പാറ്റേണിൽ പോകുന്നുണ്ടോ. ഇത് മിക്കവാറും ആ നേവൽ അക്കാഡമിയിൽ നിന്നായിരിക്കും കേട്ടോ. അവിടെ നിന്ന് എങ്ങോട്ടേലും പോകുമായിരിക്കും. ഇവിടെ ട്രെയിൻ സ്പോട്ടിങ്ങിന് ഉദ്ദേശിക്കുന്നത് വൈകിട്ടൊരു 4 മണി വരെയാണ്. കാരണം ഞാൻ വൈകിട്ട് തിരിച്ചു പോകുന്നത് ഭാവ്നഗർ കൊച്ചുവേളിക്കാണ്. ശരിക്കും എനിക്ക് വേണേൽ മറ്റേ മംഗലാപുരം ട്രിവാൻഡ്രം എക്സ്പ്രസ്സിന് പോവാം. പക്ഷേ അതാണെങ്കിൽ എല്ലായിടത്തും സ്റ്റോപ്പുള്ള വണ്ടിയാണ്. അതുപോലെ ടിക്കറ്റ് കിട്ടത്തില്ല എറണാകുളം വരെ. ഈ ഭാവനഗറിൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തായിരുന്നു. അതതിൻ്റെ തൊട്ട് പുറകിൽ പോകുന്ന വണ്ടിയാണ്. വീക്കിലി വണ്ടിയാണ്, ഭാവനഗർ തിരുവനന്തപുരം നോർത്ത്. അപ്പോൾ അതിന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കയറണമെങ്കിൽ ഇവിടെ നിന്ന് പയ്യന്നൂർ വേണം. അത് പിന്നെ തൊട്ടടുത്താണ്. 3:45 മറ്റേ കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് ഉണ്ട്. അതിന് കയറി പയ്യന്നൂർ പോയിട്ട് അവിടെ നിന്ന് 4:30ക്കാണ് ഈ വണ്ടി ഉള്ളത്. അതിന് ലേറ്റ് ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. തിരിച്ചു പോകുന്ന പരിപാടി എങ്ങനെയാണ്. ഇന്ന് നമുക്കിവിടെ നിന്ന് കിട്ടുന്ന വണ്ടികൾ നോർമലി ഇവിടുത്തെ മറ്റേ മംഗലാപുരം മെയിൽ, പിന്നെ അങ്ങനെ കുറേ വണ്ടികളുണ്ട്. പിന്നെ മറ്റേ LTT കൊച്ചുവേളി കിട്ടും, രാജധാനിയുണ്ട്, ദുരന്തമുണ്ട്, അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടും. ഇപ്പോൾ പോയത് ഏറനാട് എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ ബാക്കിൽ മറ്റേ ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്, പിന്നെ LTT കൊച്ചുവേളി എക്സ്പ്രസ് ഉണ്ട്. അങ്ങനെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ മംഗലാപുരം ചെന്നൈ മെയിലിൽ ബിഫോർ ടൈം അടിച്ച് കണ്ണൂർ വന്ന് കിടപ്പുണ്ട്. എങ്ങാണ്ട് 5-10 മിനിറ്റ് നേരത്തെ വന്ന് കിടപ്പുണ്ട്. അതിനിപ്പം ഓൺ ടൈം കയറി വരും. നമ്മൾ ഈ കണ്ട ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് മെയിൽ അടുത്ത വർഷം 2026 ജാനുവരി 18 മുതൽ LSP ആയി ഓടി തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ കവർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് LSP റൺ. അത് മെയിലിലെ അല്ല, വെസ്റ്റ് കോസ്റ്റിൻ്റെ ആയിരിക്കും. വെസ്റ്റ് കോസ്റ്റ് ജാനുവരി 17 ഫസ്റ്റ് LSP റണ്ണ്. അത് മംഗലാപുരത്തു നിന്നാണ്. കാരണം പാലക്കാട് ഡിവിഷൻ്റെ വണ്ടിയല്ല. പാലക്കാട് ഡിവിഷൻ്റെ ഫസ്റ്റ് LSP വണ്ടിയാണ് വെസ്റ്റ് കോസ്റ്റ് കേട്ടോ. അപ്പോൾ വെസ്റ്റ് കോസ്റ്റിന് കയറി ചെന്നൈ പോകും. ആ സെയിം റേക്ക് തന്നെയാണ് മെയിലായിട്ട് തിരിച്ച് മംഗലാപുരത്തേക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ റേക്കിന് ചെയ്താൽ മതി. എന്നിട്ട് തിരിച്ച് ചെന്നൈയിൽ നിന്ന് പോകുന്നത് ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫസ്റ്റ് LSP റണ്ണിനാണേ.
നമ്മുടെ KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. WP4 ആയിരുന്നു ലോക്കോ കേട്ടോ. നല്ല മാച്ചിങ് ആയിരുന്നു. ആ ലോക്കോയും ആ ഒരു റേക്കും കൂടി ചുമന്ന് തൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ റെയിൽ ഫാൻസുള്ള ആൾക്കാർ കൂട്ടമായിട്ടാണ് വന്ന് ചെയ്യുന്നത്. ഒരു 4-5 പേര് ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്പോട്ട് കണ്ടുപിടിച്ച് അങ്ങനെ അവർ ചെയ്യുന്നത്. സോളോ ഒക്കെ ചെയ്യുന്നതൊക്കെ അത്രയ്ക്ക് മനക്കരുത്തുള്ള ആൾക്കാർ മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം ബോറടിക്കും. എന്നെപ്പോലുള്ള ഭ്രാന്തന്മാരൊക്കെ ചെയ്യത്തുള്ളൂ. നമ്മൾ ഫുൾ ഡേ ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെയാണ് മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പം എന്തായാലും വൈകിട്ടൊരു 4 മണി വരെയാണ് നമ്മൾ നോക്കുന്നത്. വെസ്റ്റ് കോസ്റ്റും മെയിലും മാത്രമല്ല LHB ആവുന്നത് കേട്ടോ. വേറെ കുറേ വണ്ടിയുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് December 5-ന് നമ്മുടെ ചെന്നൈ എഗ്മോർ കൊല്ലം മെയിലുണ്ടല്ലോ, നമ്മുടെ പുനലൂർ ചെങ്കോട്ട വഴി വരുന്നത്, ആ വണ്ടി LHB ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് LHB രണ്ടിനും ഞാൻ ഉണ്ടാവും. അതിൻ്റെ വീഡിയോസ് വരുന്നതാണ്. പിന്നെ അടുത്ത വർഷം January 15 നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് LHB പാസഞ്ചർ ട്രെയിൻ വരുന്നുണ്ട്. അത് നമ്മുടെ നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചർ ഉണ്ട്, രാവിലെ നാഗർകോവിൽ നിന്ന് വിടുന്നത്. അപ്പോൾ ആ നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറിൻ്റെ റേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാക്കിനടയെന്ന് SMVT ബംഗളൂരു വരെ വരുന്ന ശേഷാദ്രി എക്സ്പ്രസിൻ്റെ റേക്കാണ്. ആ വണ്ടി LHB ആവുന്നുണ്ട്. ആ വണ്ടി LHB ആവുന്നത് കൊണ്ട് അതിൻ്റെ റേക്ക് വെച്ച് ഓടുന്ന SMVT ബംഗളൂരു നാഗർകോവിൽ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ആ വണ്ടിയും LHB ആവും. അപ്പോൾ ആ റേക്കാണ് നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറായിട്ട് വരുന്നത് കൊച്ചുവേളിക്ക്. അങ്ങനെ ആണ് ആ വണ്ടി LHB ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റണ്ണിനും ഞാൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേരളത്തിന് കിട്ടുന്ന ഫസ്റ്റ് LHB പാസഞ്ചർ ട്രെയിനാണ് നാഗർകോവിൽ കൊച്ചുവേളി. അത് January 15-ന് ഓടിത്തുടങ്ങും. എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് ആണ് ഇപ്പോൾ പോയത്. അതിന് കണ്ണൂരായിരുന്നു ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനി അതിന് മംഗലാപുരത്ത് സ്റ്റോപ്പുള്ളൂ, കാസർഗോഡ് സ്റ്റോപ്പില്ല കേട്ടോ. നല്ല അടിപൊളി ഒരു വണ്ടിയാണ്. സൂപ്പർ ഫാസ്റ്റ് എന്നുള്ള പേരിന് ശരിക്കും യോജിക്കുന്നൊരു വണ്ടിയാണത്, ഒന്നും പറയണ്ട. ഞാൻ ഭാവനഗർ കൊച്ചുവേളിക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് 4:30-ക്ക് ഇവിടെ പയ്യന്നൂരെത്തും. അതിപ്പോൾ കൊങ്കൺ റെയിൽവേയിലാണ്. മടുകാവ് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ലേറ്റ് ഉണ്ട്. പക്ഷെ അത് മംഗലാപുരമൊക്കെ ആകുമ്പോൾ ഏകദേശം ഓൺ ടൈം വരും. എന്നാലൊരു 5 മണി റേഞ്ചിനുള്ളിൽ എന്തായാലും അത് പയ്യന്നൂർ എത്തുമായിരിക്കും. നമുക്കറിയത്തില്ല, എത്തുമായിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഏഴിമല സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ പോകണമെങ്കിൽ ട്രെയിനാണ് എളുപ്പം. കാരണം ട്രെയിന് 3 കിലോമീറ്ററേ ഉള്ളൂ, ബൈ റോഡ് 9 കിലോമീറ്റർ ഉണ്ട്. അതുമല്ല ഇത് കുറച്ച് ഉള്ളിലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം എടുക്കും പയ്യന്നൂർ സ്റ്റേഷനിൽ പോകണമെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് 3:50-ന് മറ്റേ കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് ഉണ്ട്, എല്ലായിടത്തും സ്റ്റോപ്പുള്ള വണ്ടി. അത് ഞാനിപ്പോൾ നോക്കിയപ്പോൾ 1.5 മണിക്കൂർ ലേറ്റാണ്. അത് പാലക്കാട് വിട്ടതേ ഉള്ളൂ. കണ്ട സ്പെഷ്യൽ ട്രെയിൻ അല്ല, അതിനെ ഓവർടേക്ക് അടിച്ചിട്ട് അതിപ്പോൾ പാലക്കാട് വിട്ടുള്ള വണ്ടി. ഞാൻ നോക്കിയപ്പോൾ അതിന് സ്ലാക്ക് ടൈം ഉണ്ട്. അതെന്തായാലും കവറപ്പ് ചെയ്ത് എന്നാലും ഇവിടെ ഒരു അരമണിക്കൂർ ഡിലേയോടെ വരേണ്ടതാണ്. അപ്പോൾ അത് ലേറ്റ് ആയാലും എനിക്ക് പയ്യന്നൂർ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇവിടെ നിന്ന് 4:15 മറ്റേ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഉണ്ട്, അതിന് കയറി കണ്ണൂർ പോയിട്ട് ഇനി കയറിയാലോ എന്ന്. ശരിക്കും എനിക്ക് ആ വണ്ടിക്ക് എറണാകുളം പോയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ കാണിച്ച മണ്ടത്തരേ പോയി. അതിനൊന്നാ ഒരുപാട് സ്റ്റോപ്പുണ്ട്, നല്ല ടൈം എടുക്കും. അതുപോലെ മെയിനായിട്ട് ടിക്കറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണ് ആ വണ്ടിക്ക്, വേറെ ഒന്നുമല്ല. ഈ ഭാവനഗറിനാകുമ്പോൾ വീക്കിലി വണ്ടിയില്ല, ടിക്കറ്റ് ഇടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭാവനഗറിന് എടുത്തത്. മറ്റേ വണ്ടിക്കൊന്നും ടിക്കറ്റും ഇല്ല. ഞാൻ കറണ്ട് ബുക്കിംഗ് നോക്കിയപ്പോൾ അതും ഇല്ലായിരുന്നു. നമുക്ക് നോക്കാം എന്തായാലും ആ സമയമാകുമ്പോൾ എങ്ങനെയാണ് അവസ്ഥയിൽ വണ്ടിയുടെ റണ്ണിങ് സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് പയ്യന്നൂർ എല്ലാം പോവാം. എന്തായാലും പയ്യന്നൂർ പോകണം ട്രെയിൻ കയറണമെങ്കിൽ. ഇവിടെ സ്റ്റോപ്പില്ല. 1 മണിക്കൂറിൽ കൂടുതൽ ലേറ്റായിട്ട് വരുന്ന മുംബൈ LTT കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്, കാണിച്ചു തരാം.
ഡൗണ്ട് ഷെഡിൻ്റെ ഒരു WH9 ഒരു ഫുള്ള് ലോഡായിട്ടുള്ളൊരു BC8 ഗുഡ്സ് പോകുന്നുണ്ടോ. ഇത് കണ്ണൂർ ഭാഗത്തേക്ക് പോവാണ്. നമ്മളിപ്പോൾ വന്നേ പിന്നെ രണ്ടാമത്തെ ഗുഡ്സ് ട്രെയിനാണ് ഈ പോകുന്നത് കേട്ടോ. കുറേ ഗുഡ്സ് ഉള്ള റൂട്ടല്ലേ ഇത്. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ഇവിടെ ഏഴിമല സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസ് ആണ്, മെയിൻ എൻട്രൻസ് ആണ് ഇത് കണ്ടോ. ഇവിടെ പുറത്ത് തന്നെ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു തട്ടുകട ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇതാണ് ഏഴിമല സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. ശരിക്കും ടിക്കറ്റ് കൗണ്ടർ അപ്പുറത്താണ്, പക്ഷേ മെയിൻ റോഡ് ഇവിടെ ആണ് കേട്ടോ. എനിക്ക് എന്താ ഇവിടെ എന്തോ മരമൊക്കെ മുറിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ ഇതാണ് മെയിൻ റോഡ്. കണ്ടാ ഇവിടെ നിന്ന് ഹൈവേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടോ കേട്ടോ. കാരണം ഇത് കുറച്ച് ഉള്ളിലായിട്ടുള്ളൊരു സ്റ്റേഷനല്ലേ ഏഴിമല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പയ്യന്നൂർക്കും പഴയങ്ങാടിക്കൊക്കെ ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ കുറേ ചേട്ടന്മാരൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കുറേ ബാക്കപ്പ് ഓപ്ഷൻ ചോദിച്ചായിരുന്നു, നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഇവിടെ വന്ന വണ്ടി മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് ട്രെയിനാണ് 16324. നേരത്തെ പോയ വണ്ടി നമ്മുടെ കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ രണ്ട് വണ്ടികളാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. രണ്ടും ഒരേ സോഴ്സും ഡെസ്റ്റിനേഷനും, പക്ഷേ ക്ലാസ് വേറെയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് വണ്ടി കണ്ടത് 11:30-ക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പയ്യന്നൂർ ഭാഗത്തേക്ക്, കാസർഗോഡ് ഭാഗത്തേക്ക് വണ്ടിയില്ല. മറ്റേ കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റി കഴിഞ്ഞാൽ പിന്നെ ഏറനാടേ ഉള്ളൂ. ഒരു 3 മണിക്കൂറോളം ഗ്യാപ്പുണ്ട്. ഒട്ടും വണ്ടിയില്ല, ഫുൾ വിജനായിട്ട് ഇങ്ങനെ കിടക്കുകയാണോ. ഒട്ടും വണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പം വന്ദേ ഭാരത് ഉണ്ട്. വന്ദേ ഭാരത് കാര്യമില്ലല്ലോ, വന്ദേ ഭാരത് ഉണ്ട്. ഇനിയിപ്പം മുംബൈയിൽ നിന്ന് എറണാകുളം പോകുന്ന ദുരന്തമുണ്ട്. അതിൻ്റെ മുന്നിൽ ഇൻ്റർസിറ്റി ഉണ്ട്, മറ്റേ മംഗലാപുരം കോയമ്പത്തൂർ. അപ്പം നല്ലൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഈ ഒരു റൂട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളന്ന് ബേക്കൽ ഫോർട്ട് ട്രെയിൻ സ്പോട്ടിങ്ങിന് വന്നപ്പോഴും ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതാണ് ഇപ്പോൾ പോയത്. ഇതിലെ ഫുഡ് ഇപ്പം മറ്റേ CAFS എന്ന് പറഞ്ഞൊരു കാറ്ററിംഗ് കമ്പനിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. മറ്റേ എയർപോർട്ടിലൊക്കെ ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാരാണ്, എയർപോർട്ടും ഫ്ലൈറ്റിലൊക്കെ. അപ്പോൾ അവരാണിപ്പോൾ ഇതിൽ ഫുഡ് കൊടുക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒന്ന് കയറി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ശരിക്കും ഈ മലബാർ റൂട്ടിൽ ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്ന വണ്ടികളിൽ ഒരെണ്ണമാണ്. ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്നത് വേണേൽ പറയാം ഈ വന്ദേ ഭാരത്. അതിനെപ്പറ്റി ഈ കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് അടിച്ച് വിട്ട് പോകുന്നൊരു വണ്ടിയാണ്. അങ്ങനെ ലേറ്റ് ആകുന്നതൊക്കെ വളരെ ചുരുക്കം കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ തന്നെ മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ഏറനാട് എക്സ്പ്രസ്സുമായിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അതായത് ഇന്നലെ വന്ന ഏറനാട് എക്സ്പ്രസ് ആണ് ഇന്ന് രാവിലെ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ആയിട്ട് പോകുന്നത്.
മുംബൈയിൽ എറണാകുളം പോലെ ദുരന്തമാണ് ഇപ്പോൾ പോയത്. ഫുള്ള് കാലിയായിട്ട് ഒറ്റ മനുഷ്യല്ല അതിനകത്ത്. എന്തോ ഭാഗ്യത്തിന് അതൊരു ഇപ്പം മിക്കവാറും ദുരന്തയ്ക്ക് WP7 കൊടുക്കുന്നത്. പൂനെയുടെ WP7 ആയിരുന്നു ലോക്കോ. ഫുള്ള് കാലി, ആരും ഇല്ല അതിനകത്ത്. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് വണ്ടിയൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം പോയിട്ട്. ഇവിടെ എന്തെങ്കിലും പുറത്തെന്തെങ്കിലും കിട്ടുമോ അറിയത്തില്ല, പോയി നോക്കട്ടെ. ഇവിടെ ഈ കടയിൽ കപ്പയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്. കപ്പയും സാമ്പാറും വെറൈറ്റി കോമ്പോന്നേക്ക് കൊള്ളാം. ഗൈസ് ഫുഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സാമ്പാർ ഒരു വെറൈറ്റി ടേസ്റ്റ്, ചെറിയൊരു മധുരിപ്പ് ഞങ്ങളുടെ അവിടെ കിട്ടുന്ന പോലത്തെ അല്ല. പക്ഷേ സെയിം ഇത് തന്നെയാണ്, ചെറിയൊരു മധുരിപ്പുണ്ടായിരുന്നു. കപ്പയും സാമ്പാറും കൂടെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നു കേട്ടോ. വെറൈറ്റി കോമ്പിനേഷനാണ്, കൊള്ളാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഏഴിമല സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ കഴിക്കാൻ പോയതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഏഴിമല സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം കാണാം. ഇത് കൊണ്ടുപോയിക്ക് പഴയ കെട്ടിടമാണ്. ഇവിടെ എന്തൊക്കെയോ ഇവർ പണിയുന്നുണ്ട്, എന്തോ അറിയത്തില്ല. മിക്കവാറും വല്ല സ്റ്റേഷൻ ഡെവലപ്മെൻറ്റോ എന്തെങ്കിലും ആയിരിക്കാം. കണ്ടോ പഴയ ഒരു കെട്ടിടം കണ്ടോ, പഴയ ഓടും സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കുവാണ്. ഇവിടെ പഴയ മറ്റേ പണ്ടത്തെ ടിക്കറ്റ് വില വിവര പട്ടികയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാ നമുക്ക് അടിപൊളിയല്ലേ. പഴയ ടിക്കറ്റ് കൗണ്ടർ കണ്ടാ, പഴയ ടിക്കറ്റ് കൗണ്ടറിന് ആ ഒരു ജനാല വേണം നോക്കി, അടിപൊളി. ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തോ മനസ്സിലാകുന്നില്ല, എന്തൊക്കെയോ ഇവരോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് പഴയ മറ്റേ ട്രെയിൻ ടൈമിങ്സ് ഇവർ കൊടുത്തിരിക്കുന്നത് കണ്ടോ. മംഗലാപുരം ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തേക്കും ട്രിവാൻഡ്രം മാംഗ്ലൂർ എക്സ്പ്രസ്, കണ്ണന്നൂർ മംഗലാപുരം പാസഞ്ചർ, ഓരോ പാസഞ്ചറിൻ്റെ ടൈമിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ നോക്കി. ഇതുണ്ട് പഴയ, ഇവിടെ പണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ആ ഒരു റൂമിൻ്റെ ആ ഒരു പുറത്തെ ആ ഒരു ഇതാണ് കാണുന്നത് കണ്ടോ, മണിയടിക്കുന്ന ആ ഒരു സ്റ്റാൻഡും കണ്ടില്ലേ. ഇവിടെ പണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു, അതാണ് ആ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ആ റൂം കാണുന്നത്. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല, ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കെട്ടിടം ഉണ്ട് അവിടെയാണ്. അപ്പോൾ ഇത് പഴയ സ്റ്റേഷൻ കെട്ടിടമായിരുന്നു. അവിടെ ഇപ്പോൾ ഒന്നും ഇല്ല, അവിടെ ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുക. കാറ് കൊണ്ടുപോകുന്ന NMG ഗുഡ്സ് ട്രെയിനാണ് ഈ പോകുന്നത് കേട്ടോ. ഒരു WG9 വെച്ചിട്ട് പോരെ. ഇന്ന് നമ്മൾ കുറേ ഗുഡ്സുണ്ട്, ഇപ്പം 3 കണ്ടിപ്പോൾ. നമ്മളന്ന് ബേക്കൽ ഫോർട്ട് ട്രെയിൻ സ്പോട്ടിങ്ങിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതേപോലെ ഈ റൂട്ടിൽ ട്രെയിൻസ് വളരെ കുറവാണ്. രാവിലെ കുറേ വണ്ടികളുണ്ട്, പിന്നെ ഉച്ച കഴിഞ്ഞും തിരിച്ച് കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് വണ്ടികളില്ല, വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്തോ വാർത്ത ഉണ്ട്, അതായത് കേരളത്തിൽ താങ്ങാവുന്നതിലധികമാണ് വണ്ടികൾ കൊടുത്തിരിക്കുന്നത്. ഈ കേരളം എന്ന് പറയുന്നത് ശരിക്കും തൃശ്ശൂർ കഴിഞ്ഞ് അങ്ങോട്ടല്ല കേരളം, ഇങ്ങോട്ട് മുകളിലോട്ടും ഉണ്ട് കേരളം. അത് ഈ പറയുന്നവരൊന്ന് ഓർക്കണം. കാരണം ഇവിടെയൊക്കെ എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി. കാരണം ഇവിടെ കുറേ ആൾക്കാർ ഇതേപോലെ പറയുന്നുണ്ട് ട്രെയിൻസ് വളരെ കുറവാണ്, ആവശ്യത്തിന് വണ്ടി ഇല്ല. തിരിച്ചിപ്പം മറ്റേ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ്സിലെ ജനറലിലെ തിരക്കൊക്കെ ഒന്ന് കാണണം, ഭയങ്കര തിരക്കാണ്. പിന്നെ മറ്റേ വൈകിട്ട് വിടുന്ന മറ്റേ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്, വൈകിട്ട് അവിടെ നിന്ന് കുറേ വണ്ടികളൊക്കെ ഇങ്ങോട്ട് വേണം. കാരണം തിരക്ക് നല്ല വരുന്ന സമയമാണ്, മറ്റേ ഓഫീസ് ജോലിക്കാരൊക്കെ പോകുന്ന സമയമല്ലേ. നമ്മളവിടെയൊക്കെ അത്യാവശ്യം വണ്ടി ഉണ്ടെന്ന് പറയാം, പക്ഷേ ഇവിടെ ആകെ 2-3 വണ്ടിയേ ഉള്ളൂ. എന്ത് പറയാനാ, ശരിക്കും ഇവിടെ ഭയങ്കര വിജനമാണ് കേട്ടോ. ആരും ഇല്ല, ഒറ്റ മനുഷ്യന്മാരില്ല കണ്ടോ, എന്ത് വിജനാന്ന് നോക്കിയേ. അപ്പുറത്തേക്കാണ്ടൊരു ചേട്ടൻ വന്ന് അവിടെ ഇരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല. ട്രെയിനും കുറവാണ്, ട്രെയിൻ ഇന്ന് നന്നേ കുറവാണ് കേട്ടോ. എനിക്കറിയില്ല എന്തുവാണ്, ട്രെയിൻ ഇന്ന് ഭയങ്കര കുറവാണ്. മൺസൂൺ ടൈം ടേബിളിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ട്രെയിൻ അത്യാവശ്യം പകൽ സമയത്തിലേക്കൂടെ പോകുന്നത്. ഇത് പാലക്കാട് ഡിവിഷനിലാണ് ഇതുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി പറയാം, പാലക്കാട് ഡിവിഷനിലാണ്. പണ്ട് പാലക്കാട് ഡിവിഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ പാലക്കാടും കഴിഞ്ഞ് അങ്ങ് ജോളാർപേട്ട വരെയൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് ഡിവിഷൻ. പിന്നെ സേലം ഡിവിഷനൊക്കെ വന്നേ പിന്നെയാണ് പാലക്കാട് ഡിവിഷൻ്റെ ആ ഒരു ഏരിയ കുറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ. ലാസ്റ്റ് ഒരു വണ്ടി പോയത് കണ്ണൂർ ഭാഗത്തേക്കാണ്, 1 മണിക്ക് ദുരന്തോ എക്സ്പ്രസ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല, ഗുഡ്സ് ഒഴിച്ച്. ഇപ്പം 3 മണി കഴിഞ്ഞ സമയം. എന്തുവല്ല, ഇനിയിപ്പോൾ ഏറനാട് ഇപ്പോൾ വരുന്നുണ്ട്, ഏറനാട് പഴയങ്ങാടി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ മറ്റേ വന്ദേ ഭാരത് ഇപ്പോൾ വരും. വന്ദേ ഭാരതിൻ്റെ പുറകിൽ മറ്റേ രാജധാനി, പിന്നെ മംഗളൂരു, ചെന്നൈ മെയിൽ, ഇനിയിപ്പോൾ ഒരു 3-4 അടുപ്പിച്ച് വരും.
ഏറനാടാണ് ആദ്യം പോയത്. ആ പറപ്പിച്ച് പോയ ആ P4 ആയിട്ട്. മറ്റേത് നമ്മുടെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത്. ഏറനാടിൻ്റെ ലോക്കോ നിങ്ങൾ കണ്ടായിരുന്നോ? മറ്റേ ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഉള്ള WP4 ലോക്കോ ആണ്. ഈ ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഉള്ള WP4 ലോക്കോ നമ്മുടെ കേരളത്തിൽ വരുന്നത് വളരെ ചുരുക്കമാണ്. അത് കൂടുതലും അഹമ്മദാബാദ്, ഗുജറാത്ത് ഏരിയയിലൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ഇത് വട്വ ഷെഡിൻ്റെ ലോക്കോ ആണ്. എഴുതിയിട്ടുണ്ട് വട്വ എന്ന് പറഞ്ഞാൽ. വട്വ എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് അടുത്തുള്ളൊരു ലോക്കോ ഷെഡാണ്. അപ്പോൾ അവരുടെ ഒരു ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഉള്ള ഒരു WP4 ആയിരുന്നു ഏറനാടിൻ്റെ ലോക്കോ. ഇപ്പോൾ പോയത് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനിയാണ്. അതിൻ്റെ ലോക്കോ നിങ്ങൾ കണ്ടോ? ലാലാഗുഡ ഷെഡിൻ്റെ ഒരു WP7 ആണ്. അതിൻ്റെ ഒരു പേരുണ്ട്, ഗോദാവരിയുടെ ഉണ്ട്. സൈഡിൽ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? അത് ആ ലോക്കോയുടെ ഒരു പേരാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ചില ലോക്കോകൾക്കൊക്കെ പേര് കൊടുക്കും. അപ്പം ലാലാഗുഡ ഷെഡിൻ്റെ ഗോദാവരി എന്നൊരു പേരുള്ളൊരു WP7 കൊണ്ടാണ് ഇപ്പോൾ രാജധാനി അങ്ങോട്ട് പോയത്. നമ്മുടെ വണ്ടി നമുക്ക് പയ്യന്നൂർ പോകേണ്ട വണ്ടി ഇപ്പോൾ വരും. നമ്മുടെ കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ്. അത് ഒരു 10-15 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ വരും. അത് അന്ന് നമ്മൾ ബേക്കൽ ഫോർട്ട് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് മംഗലാപുരത്ത് പോയതും ഇതേപോലെ അല്ലേ സെയിം ഈ വണ്ടിക്കല്ലാണ്. ഇതൊരു അടിപൊളി വണ്ടിയാണ്. എല്ലായിടത്തും സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും ഈ വണ്ടിക്ക് കയറിയാൽ. കുറച്ച് പയ്യേ പോകത്തുള്ളൂ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റേ കേരള ഓൺ റീൽസിൻ്റെ തന്നെ കേരളത്തിലെ എല്ലാ ട്രെയിൻ റൂട്ടും കവർ ചെയ്തൊരു സീരീസ് ഉണ്ടായിരുന്നു. അതിൽ ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് വരുന്നുണ്ട്. ഒരു WP1 ലോക്കോ ആണ് കേട്ടോ. പഴയ ലോക്കോ ആണ്. 22023. ഇതൊക്കെ ഇത് 2 ലോക്കോ ഉണ്ടല്ലോ. അതുള്ളല്ലോ പരിപാടി. മിക്കവാറും പുറയിലത്തെ വല്ല എവിടെയെങ്കിലും കൊണ്ടുപോകായിരിക്കും. ഞാനങ്ങനെ ആദ്യമായിട്ടാണ് പയ്യന്നൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. ഇതാണ് പയ്യന്നൂർ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 20 മിനിറ്റിനുള്ളിൽ വരും. പുറത്ത് പോകാൻ സമയമില്ല, കാരണം വണ്ടി ഇപ്പോൾ വരും. അതിന് മറ്റേ 16348 വരുന്നുണ്ട്, മറ്റേ മംഗളൂരു ട്രിവാൻഡ്രം എക്സ്പ്രസ്. അതിന് ഞാൻ അറിഞ്ഞുകൊണ്ട് എടുക്കാത്തതാണ്, കാരണം അതിന് എപ്പോഴും ഭയങ്കര തിരക്കാണ്. ഒരു തവണ അതിൻ്റെ സ്ലീപ്പറിനാകുമ്പോൾ എനിക്ക് മതി, കാരണം അത്രയ്ക്ക് ഫുള്ള് തിരക്കുള്ള വണ്ടിയാണ്. ഭാവനഗറിൽ അത്രയും തിരക്ക് കാണത്തില്ലെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പോവാം. ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി, ടയർഡായി. യാത്രക്കാരുടെ ശ്രദ്ധ. ട്രെയിൻ നമ്പർ 1, 6, 3, 4, 8, 4. മംഗളൂരു ട്രിവാൻഡ്രം എക്സ്പ്രസ് ആണ് വന്നിട്ടുണ്ട്. ലാലാഗുഡയുടെ ഒരു WP7 ആണ് ലോക്കോ. ഇന്ന് രാവിലെ മംഗലാപുരത്ത് വന്ന മത്സ്യഗന്ധയുടെ റേക്കാണ് ഇത് ട്രിവാൻഡ്രം എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. മറ്റേ ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് വരുന്നുണ്ട്. അതിനും WP7 ആണ്. ഈ വണ്ടി ഈ സ്റ്റോപ്പുള്ള വണ്ടികൾക്കെല്ലാം ഇപ്പോൾ WP7 കൊടുക്കുന്നത്. ഇതിൽ കുറേ നാളായിട്ടുണ്ടോ ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ വേഗം വേഗം എടുത്തുകൊണ്ട് പോകുമല്ലോ. നല്ല ആക്സലേഷൻ അല്ലേ. നമുക്ക് എറണാകുളത്തേക്ക് പോകേണ്ട 19260 ഭാവനഗർ കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് വീക്ക്ലി എക്സ്പ്രസ് ഇപ്പോൾ വരും കേട്ടോ. ഒരു 15 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. മറ്റേ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൻ്റെ പുറകിലായിരിക്കും അത് പോകുന്നത്. ഗുജറാത്തിലെ ഭാവനഗറിന് തിരുവനന്തപുരം നോർത്ത് വരെ പോകുന്ന ഒരു വീക്ക്ലി വണ്ടിയാണിത്. ഇത് അത്യാവശ്യം കുറേ നാളായിട്ട് തുടങ്ങിയൊരു വണ്ടിയാണ് കേട്ടോ. ഞാൻ പണ്ട് കൊച്ചിലെ ഈ വണ്ടി കയറിയിട്ടുണ്ട്. അതിൻ്റെ കഥയൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന സ്ലീപ്പറിനാണ്. S7 എൻ്റെ ബർത്തുള്ളത്. എൻ്റെ ബർത്ത് ഇവിടെ ഡോറിൻ്റെ അടുത്തുള്ള 80 സൈഡ് നമ്പറാണ് കേട്ടോ. വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുണ്ട്.
പക്ഷേ ഫുള്ള് മലയാളികൾ ആരുമില്ല, എല്ലാവരും വേറെ എവിടത്തെയോ നാട്ടുകാരൊക്കെയാണ്. മലയാളികൾ നന്നേ കുറവാണ് കേട്ടോ. അത് എല്ലാത്തിനും മുഖത്തൊരു കള്ളലക്ഷണം. ഞാൻ പണ്ട് എൻ്റെ വല്യച്ഛനുണ്ടായിരുന്നു ഇവിടെ വഡോദരയിൽ. പുള്ളി ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് പണ്ട് കൊച്ചിലെനിക്ക് തോന്നുന്നൊരു 6ലോ 7ലോ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയത് മറ്റേ തിരുനെൽവേലി ഹാപ്പിയോ അങ്ങനെ ഏതൊരു വണ്ടിക്കാണ്. തിരിച്ചു വന്ന ഈ വണ്ടിക്കാണ്, ഭാവനഗർ കൊച്ചുള്ളിക്ക്. എനിക്ക് ഓർമ്മയുണ്ട്, ഫുള്ള് നീല കോച്ചുള്ള വണ്ടിയായിരുന്നു. ഏതോ ആൽക്കോലോക്കോ ഒക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഫുള്ള് വൃത്തികേടായിരുന്നു. സ്ലീപ്പറിലാണ് വന്നത്, ഫുള്ള് വൃത്തികേടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പണ്ട് ഒരുപാട് വർഷം മുമ്പ്, ഞാൻ 6ലോ 7ലോ അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്താ ഓർമ്മയുണ്ട് എനിക്ക്. നീല കോച്ചൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ, നല്ല പക്ക നീല കോച്ചായിരുന്നു ആ സമയത്തൊക്കെ. ഈ വണ്ടിക്ക് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട്. അപ്പോൾ മൂകാംബികയിൽ എനിക്ക് തിരിച്ച് വരണമെങ്കിൽ ഈ വണ്ടി നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ വണ്ടി അധികം ലേറ്റ് ആവാറില്ല കേട്ടോ. നമ്മളിപ്പോൾ കണ്ണൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും 10 മിനിറ്റ് ലേറ്റേ ഉള്ളൂ ഈ വണ്ടിക്ക്. ഗുജറാത്തിലെ ഭാവനഗറിൽ നിന്നും അഹമ്മദാബാദ് വഴിയാണ് ഈ വണ്ടി വരുന്നത്. അഹമ്മദാബാദ്, ബറോഡ, പിന്നെ അവിടെ നിന്ന് യൂഷ്വൽ റൂട്ട് തന്നെ പിടിച്ചിട്ടാണ് ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പുറത്ത് റെഡിയായി കിടക്കുന്ന നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ് കേട്ടോ. നമ്മൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും പറയാറുണ്ട് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. ജാനുവരിയിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റിൽ നിന്നൊരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷനോ കാര്യം എന്തോ ഉണ്ട്. ട്രെയിൻ കണ്ട് വളരെ പയ്യാണ് പോകുന്നത്. നമ്മുടെ ഭാവനഗർ എക്സ്പ്രസ് അങ്ങനെ 6:45 കോഴിക്കോട് വന്ന് കയറുകയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ലേറ്റാണ്. കാരണം ഇവിടെ ഔട്ടറിലൊക്കെ കൊണ്ട് പിടിച്ചിട്ട് മുന്നിലൊരു 3-4 വണ്ടിയുണ്ട്. അതാണ് ഈ പ്രശ്നം. തിരൂർ സ്റ്റേഷൻ കാണിക്കാറില്ലെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര പരാതി കേട്ടോ. അപ്പോൾ തിരൂരെത്തുന്ന 25 മിനിറ്റ് ലേറ്റാണ്. പക്ഷേ നമ്മൾ ഷൊർണൂർ മിക്കവാറും ഒരു 1/4 മണിക്കൂർ ബിഫോർ ടൈം എത്തും. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ മറ്റേ മംഗലാപുരം തിരുവനന്തപുരം ഉള്ളതുകൊണ്ട് അതാണിതും കറക്റ്റ് ടൈമാണ്. എല്ലാം കറക്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാം രണ്ടും മിക്കവാറും നേരത്തെ ഒരു 1/4 മണിക്കൂർ മുമ്പ് ഷൊർണൂർ എത്തും. കൃത്യം 1/2 മണിക്കൂർ ബിഫോർ ടൈം അടിച്ച് നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മറ്റേ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് വേണ്ട കിടക്കുന്ന പോലെ. അപ്പോൾ ആദ്യം എടുത്തുകൊണ്ട് പോകുന്ന ആ വണ്ടിയായിരിക്കും, അത് കഴിഞ്ഞായിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടെ നിന്ന് 9 മണിക്കാണ് ഈ വണ്ടി വിടേണ്ടത്. ഇപ്പം 8:33 ആയപ്പോൾ തന്നെ കയറി. രണ്ടും ഷൊർണൂർ വരെ മിക്കപ്പോഴും ഓൺ ടൈം വരാറുണ്ട്. പക്ഷേ ഈ 48 ഉണ്ടല്ലോ ഈ വണ്ടി, മംഗലാപുരം ട്രിവാൻഡ്രം, അത് ഓൺ ടൈം അങ്ങനെ വരാറൊന്നുമില്ല. പക്ഷേ ഇന്നെന്തെന്ന് പറയത്തില്ല, രണ്ടും ബിഫോർ ടൈം അടിച്ചു വന്ന് കിടക്കുക അവിടെ. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി മെയിനായിട്ട്. അതാണ് ഞാൻ പുറത്തൊന്നും ഇറങ്ങാതെ. എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നത്, ഭയങ്കര ബോഡി പെയിന്, ഭയങ്കര വെയിലായിരുന്നു. ആ വെയിലത്ത് നിന്ന് ആകെ പണി കിട്ടി. മിക്കവാറും പനി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ലക്ഷണമൊക്കെ ഉണ്ട്. പനി പിടിക്കുന്നതിന് മുമ്പുള്ള ലക്ഷണമില്ല, അതൊക്കെ വരുന്നുണ്ട്. എന്താവും എന്തോ, അതാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ശരിക്കും മറ്റേ മംഗലാപുരം ട്രിവാൻഡ്രം എക്സ്പ്രസ്സിന് ഓവർടേക്ക് അടിച്ചു കേട്ടോ. അത് അങ്കമാലി വെച്ച് ഓവർടേക്ക് അടിച്ചു. നമ്മളിപ്പോൾ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സെലക്ഷൻ പാടിയില്ല. നമ്മളിപ്പോൾ എറണാകുളം എത്തും. ഇപ്പോൾ സമയം 11:30 അരമണിക്കൂർ ഡിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏഴിമല പോയ ചെറിയൊരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നത് മതിയായിട്ട്. ഞാൻ ഭയങ്കര ടയേർഡായി. എനിക്കറിയില്ല, ഭയങ്കര ചൂടായിരുന്നു. അറിയില്ലായിരുന്നു. അത് ഇന്നലെ രാത്രി വരേക്ക് ഉറങ്ങാനും പറ്റിയില്ല. അതൊരു കാര്യമാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുടെ അടുത്ത ദിവസം കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ. അടുത്ത ദിവസം കാണാം. ബൈ.